ഹലോ ഗായ്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനെ പൂക്കൾ കൊണ്ട് ഭംഗിയാക്കി നിർത്താൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആയിട്ടുള്ള റെയിൻ ലില്ലി പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈ പ്ലാന്റ് ഇതുപോലെ നിറയെ പൂക്കളിട്ട് വരാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തതെന്നാണ് ഈ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ കാണണം. ഒത്തിരി കളർ വെറൈറ്റികൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ലില്ലി പ്ലാന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പിങ്ക് കളറും നേരത്തെ ഞാൻ കാണിച്ച വൈറ്റ് കളറാണ് ഉള്ളത്. ഈ ഒരു ലില്ലി പ്ലാന്റിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്തിയെടുക്കാം കേട്ടോ. കാരണം ഞാനിപ്പോൾ ഇത് മതിലിൻ്റെ സൈഡിലായിട്ട് ബോർഡർ പോലെയാണ് നട്ടു കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചെടിച്ചട്ടിയിലായാലും നട്ടു കൊടുക്കാം. എങ്ങനെയായാലും നല്ല കെയറിങ് വേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ്. ഈ ലില്ലി പ്ലാന്റുകൾക്ക് ഏറ്റവും കൂടുതൽ കെയർ ആവശ്യമുള്ളത് സമ്മർ സീസണിലാണ്. കാരണം ഇവയുടെ വിത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളി പോലത്തെയാണ്. ഉള്ളിച്ചെടി എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. അപ്പോൾ അത് സമ്മർ സീസണിലൊക്കെ നല്ലോണം വെയിൽ കൊള്ളുമ്പോൾ അതൊക്കെ വേഗം വെന്ത് പോകും. അപ്പോൾ ഈ ചെടി അങ്ങനെ തന്നെ നിന്ന് ചീത്താവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു സമ്മർ സീസണൊക്കെ ആയി കഴിയുമ്പോൾ ഇതിന് നന്നായിട്ട് അതിൻ്റെ ആ ഒരു വിത്ത് വെന്ത് പോവാത്ത വിധം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഒട്ടും വെള്ളമില്ലെങ്കിൽ ഈ ചെടി നിന്ന് ഉണങ്ങിപ്പോകും. പിന്നെ മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോൾ വെള്ളം കിട്ടി കഴിയുമ്പോഴേക്കും പിന്നെ രണ്ടാമത് മുളച്ച് വന്നത്. അപ്പോൾ രണ്ടാമത് അങ്ങനെ മുളച്ച് വരുമ്പോൾ ഇങ്ങനെ പൂവിട്ടിക്കാൻ ഇത്തിരി സമയം എടുക്കും. കാരണം അത് വലുതായി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ ഈ ഒരു മഴയുടെ സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം പൂക്കൾ വരും. നിറയെ മുട്ടുകളോട് കൂടി ഇതുപോലെ ഒരുമിച്ച് പൂവിട്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇത് ഒരുമിച്ചാണ് എല്ലാം പൂവിടുന്നത് ഈ ഒരു സീസൺ ആകുമ്പോൾ. ഇപ്പോൾ ഈ ഒരു പിങ്ക് കളർ ലില്ലി ഇപ്പോൾ ഒരു ഏപ്രിൽ മാസത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സീസണിലാണ് കൂടുതൽ ഇടാറ്. പിന്നെ മാർച്ച് മാസത്തിൽ പൂവിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ വൈറ്റ് കളറിൽ ഇത് മാർച്ച് മാസത്തിലാണ് എപ്പോഴും പൂവിടാറുള്ളത്. എന്നാൽ പിങ്ക് കളർ ആ ഒരു സമയത്ത് പൂവിട്ടിട്ടുണ്ടായില്ല. ഞാൻ ഇതിനെല്ലാത്തിൻ്റെയും മിക്സ് ചെയ്താണ് നട്ടു കൊടുക്കാറ്. അപ്പോൾ ഇതാണ് ഈ വൈറ്റ് കളർ ലില്ലിയുടെ മുട്ട് വന്നിട്ടുള്ളത്. ഇത്തിരി വലിയ മുട്ടാണ്. മറ്റേ പിങ്ക് കളറിനെ വെച്ച് നോക്കുമ്പോൾ വലിയ ഇലകളാണ്. ഈ വൈറ്റ് കളറിൽ കുറച്ചും കൂടി അതിൻ്റെ വിത്ത് വലുതാണ്. നമ്മുടെ സവോളയുടെയൊക്കെ പോലെ ഇത്തിരി വലിയൊരു വിത്തുള്ള ഒരു ലില്ലിയാണിത്. പിന്നെ ഒരു ഓറഞ്ച് കളറിൽ ഉണ്ടായിരുന്നു. അത് ഫ്ലഡിൻ്റെ ടൈമിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പോയി. അത് നല്ലൊരു ഭംഗിയാണ്. അതും മാർച്ച് മാസത്തിൽ ഇടുന്നതാണ്. അപ്പോൾ ലില്ലികൾ പൂവിടുന്നതും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള സീസണിലേക്ക് തന്നെയാണ്. പിന്നെ ഈ വൈറ്റ് കളർ ലില്ലി എന്ന് പറയുന്നത് 1-2 ദിവസം പൂവിട്ടാലൊക്കെ നിന്നോളൂ കേട്ടോ. പക്ഷെ പിങ്ക് കളർ ലില്ലി വേഗം വാടിപ്പോകും പിറ്റേ ദിവസത്തേക്ക്. മഴയൊക്കെ ആണെങ്കിൽ പിന്നെ ഇതുപോലെ ഭംഗിക്കൊന്നും കിട്ടില്ല, പെട്ടെന്ന് വാടിപ്പോകും. പിന്നെ ഇതുപോലെ ലില്ലികൾ നമ്മൾ മതിലിനടുത്ത് താഴെയൊക്കെ നട്ട് പിടിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് നന്നായിട്ട് തിങ്ങി വലുതാവും. അപ്പോൾ ഒത്തിരി തൈകളൊക്കെ വരും. പച്ചപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒത്തിരി തിങ്ങി വരുമ്പോൾ അതൊന്ന് കുറച്ച് പറിച്ചു മാറ്റണേ. മറ്റു ചെടികൾക്ക് ഡാമേജ് വരാതെ ഒന്ന് പറിച്ചു മാറ്റണം, നല്ലതാണ്. ഒത്തിരി തിക്കി നിർത്തി കഴിഞ്ഞാൽ പാമ്പൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ പാമ്പ് കയറിയിരുന്ന് അറിയില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനി ഈ ചെടിനെ നമ്മൾ ചെടിച്ചട്ടിയിലാണ് നട്ടു കൊടുക്കണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ താഴെ മണലിലാണ് ഇവിടെ നട്ടു കൊടുത്തേക്കണം. അപ്പോൾ വേനൽക്കാലത്ത് നന്നായിട്ട് ചൂട് പിടിക്കും. അതുകൊണ്ടാണ് ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിക്കണം എന്ന് പറയുന്നത്. ഈ ചെടിയിൽ അങ്ങനെ കേടുകളൊന്നും വരാറില്ല. പക്ഷേ ഇതിനെ നല്ല പച്ച ഇല ആയതുകൊണ്ട് പൂക്കളൊക്കെ ഒത്തിരി ഇടണോണ്ടും ഇതിൻ്റെ ഇലയും പൂവൊക്കെ തിന്നാൻ ഒരു വലിയ പുഴുക്കൾ, നമ്മുടെ ചൊറിയാമ്പുഴുവിൻ്റെ ഒക്കെ വേറെ ഒരു ടൈപ്പ് പുഴുക്കൾ നിറയെ വന്നവിടെ ഒരു കറുപ്പും ചുവപ്പും കൂടി വലിയ പുഴുക്കൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മരുന്നടിച്ച് അതിനെ കൊന്നു കളയാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചെടീനെ അത് മൊത്തത്തിൽ തന്നെ തിന്ന് നശിപ്പിക്കും. പിന്നെ ഞാൻ ഇതിന് ചാണകപ്പൊടി ചെറുതായിട്ട് ഇട്ട് കൊടുക്കാറുള്ളൂ. അത് സമ്മർ സീസണിൽ വെള്ളം ഒഴിക്കുമ്പോൾ. കാരണം റെയിനി സീസണിൽ ഞാൻ താഴെ നട്ടുകൊണ്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. വെള്ളം കെട്ടുമ്പോൾ അത് ചാണകപ്പൊടി ഇട്ടതൊക്കെ പോകും. അപ്പോൾ സമ്മർ സീസണിലാണ് ഞാൻ അതിന് കൂടുതൽ കെയർ കൊടുക്കാറ്. അപ്പോൾ നമ്മുടെ ഗാർഡൻ പൂക്കൾ കൊണ്ട് ഭംഗിയാക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ലില്ലി പ്ലാന്റ്. എല്ലാവർക്കും തന്നെ ലില്ലി പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.